ഹലോ. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാം. സാധാരണ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ വീഡിയോസിലൊക്കെ ചെയ്യുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെനിക്കിടാൻ പറ്റിയില്ല. അങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്ന് ഡേ ഇൻ മൈ ലൈഫ് ആക്കിയിട്ടിടാം. അങ്ങനെ അമ്മേനെയൊക്കെ പിടിച്ച് വലിച്ച് വീഡിയോയിലൊക്കെ കൊണ്ടുവരുന്നു കേട്ടോ. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് അമ്മ എപ്പോഴും ഇപ്പോൾ സുന്ദരിയായിട്ടിരിക്കും. അങ്ങനെ ഒരുങ്ങി ഒരുങ്ങി അമ്മയുടെ വായിലിരിക്കുന്ന മൊത്തം കേട്ട് 1 മണിക്കൂർ ഇങ്ങനെ ഒരുങ്ങി ദേഷ്യപ്പെട്ടിരിക്കുന്ന അമ്മയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഒരുങ്ങുക കേട്ടോ. അങ്ങനെ ലേറ്റായി വ്ളോഗ് എടുത്തെടുത്ത് ലേറ്റായിട്ട് ക്ലാസ്സിലോട്ട് ഓടുകയാണ്. അമ്മയാണ് കേട്ടോ എന്നെ കൊണ്ടാക്കുന്നത്. അങ്ങനെ ട്രിവാൻഡ്രം സിറ്റിയിലേക്കൂടെ നല്ല ക്ലൈമറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഭയങ്കര മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ക്ലാസ്സിലെത്തി, നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തു, ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ വിശന്നു വലത് അടുത്തുള്ള ചായക്കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ കഴിച്ച് ഇങ്ങനെ സുഖിച്ചിരിക്കും. നല്ല ക്ലൈമറ്റ്, നല്ല ചായ, നല്ല കടി. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിലെത്തി. ഡാൻസ് ക്ലാസ്സിലിരുന്ന് തകർക്കുകയാണ്. തകർത്ത് ടീച്ചറിൻ്റെ വയലിരിക്കുന്നത് മൊത്തം കേട്ട് അയ്യോ. അങ്ങനെ ഭയങ്കര ടയേർഡായി. കോളേജിൽ കലോത്സവം നടക്കുക. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസായിരുന്നു അടുത്ത പരിപാടി. ഞാൻ വീണ വായിക്കും. അങ്ങനെ വീണയുടെ പ്രാക്ടീസായിരുന്നു. നമ്മുടെ ഗാനമേളയും വൃന്ദവാദ്യം. കലോത്സവം ഇസ് റിയലി ഗുഡ്. ലൈക്ക് എന്താ പറയുക, ലാസ്റ്റ് എൻ്റെ 3rd ഇയറാണ്. അപ്പോൾ അവസാനത്തെ കലോത്സവം. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും എന്നെ വിളിക്കാൻ വന്നു. തിരിച്ചതാ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്നു. അമ്മ വഴി കാണുന്ന എല്ലാവരെയും തെറി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വീടെത്തി, ഫ്ലാറ്റിലെത്തി, അങ്ങനെ എൻ്റെ ബെഡിലെത്തി ഉറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.